ഒന്നായി ചേർന്ന് പാടാം, അനുഭവിക്കാം. ഒന്നായി ചേർന്ന് പാടാം, സ്വർഗവാണി സ്വർഗവാണി. സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. മനോഹരമായ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്വർഗവാണി എന്ന നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. കോളിന് ശേഷം നമുക്ക് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. ഇതാരാ വിളിക്കുന്നത്? ഇത് കോട്ടയം പുതുപ്പള്ളി ചേർത്ത് തിരുവനന്തപുരം എന്ന സ്ഥലത്താണ്. സിസി എന്ന് പറയും. സിസി. അതെ. ഓക്കെ, സിസി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം കോട്ടയത്ത്? സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും അമ്മയും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം പനിയുടെ അസ്വസ്ഥതകളിലാണ് എല്ലാരും. ശരി, ദൈവം എത്രയും പെട്ടെന്ന് സൗഖ്യം തരട്ടെ. ഓക്കെ ഓക്കെ. ഈ പനിട്ടോണിൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ആ, കുഴപ്പമില്ല. ഓക്കെ, ഒരു പാട്ട് പാടിക്കും. ഒരു പാട്ടിന് രണ്ടുപേരും. ശരി ശരി. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. ഹലോ ഹലോ ചേച്ചി, വളരെ നന്നായിട്ട് പാടി കേട്ടോ. എന്റെ അമ്മച്ചിക്ക് മരിച്ചുപോയി, അമ്മയുടെ അമ്മ. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ അമ്മച്ചി പാടിയാണ് ഈ പാട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് എനിക്ക് ആ പാട്ടിനൊരു ഭയങ്കര പ്രിയമുണ്ട്. ഓക്കെ, പിന്നെ വേറെ നല്ല നല്ല പാട്ടുകൾ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണം കേട്ടോ. പാടിത്തരാം. സന്തോഷമുള്ളൂ. ഈ പനിയൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ. ഓക്കെ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാരെയും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. പ്രാർത്ഥനയിൽ ഓർക്കുക. ഇന്ന് ഞങ്ങള് സിസി ചേച്ചിക്ക് വേണ്ടി പാടിത്തരേണ്ട ഏതെങ്കിലും പാട്ടിന്റെ ഒരു സജഷൻ ഉണ്ടോ? മൃദുവായിന്നുള്ള പാട്ട് അറിയാവോ? ഓക്കെ, ഞങ്ങള് കഴിവത് ഞങ്ങൾ ഈ എപ്പിസോഡിൽ അത് ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ വരുന്നൊരു എപ്പിസോഡിൽ ആ പാട്ട് ചേർക്കും കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ സിസ്റ്റർ ജി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. കോട്ടയം പുതുപ്പള്ളി നിന്നും സിസി ചേച്ചി. ചേച്ചി പനിയായിട്ട് കണ്ടോ? ചേച്ചിക്ക് എന്തൊരു ആവേശം, പാട്ട് പാടാനുള്ള സന്തോഷം. നല്ലൊരു പാട്ട് പാടി. ഞാൻ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. എൻ്റെ അമ്മച്ചി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കരയും. അത്രയും ആഴത്തിലുള്ളൊരു സ്നേഹം എൻ്റെ അമ്മച്ചിയായിട്ട് എനിക്കുണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെ, അവരുള്ളപ്പോൾ അവരെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുക, അവർക്ക് വേണ്ട സർവ്വ കാര്യങ്ങൾ, എല്ലാ സർവീസും ഒരു മടി കൂടാതെ ചെയ്തു കൊടുക്കുക. ആ കാര്യത്തിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. അമ്മച്ചിയെ നോക്കാനൊക്കെ ദൈവം എനിക്കും അവസരം തന്നു. അപ്പം അമ്മച്ചിയെ എനിക്ക് ഒരിക്കൽ കൂടി ഓർക്കാനായിട്ട് സിസി ചേച്ചി ഒന്നും കൂടി എന്നെ ഓർമ്മിപ്പിച്ചു എൻ്റെ അമ്മച്ചിയെ പറ്റി. എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു. അപ്പം നമുക്ക് സിസി ചേച്ചിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. നന്മകളോർത്തിടുമ്പോൾ
രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ് നമ്മൾ പാടിയത്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ. നമ്മൾ മിക്ക പാട്ടുകളും പറയാറുണ്ട് എൻ്റെ ഫേവറേറ്റ്. ആ പാട്ടുകളെല്ലാം ഫേവറേറ്റ് ആണ്. എങ്കിലും എനിക്കെപ്പോഴും ഇഷ്ടമുള്ളതും എവിടെയും പാടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അതെ, ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ പാടി ഒരു നല്ല രസമാണ്. എന്താ, യേശു എനിക്ക് ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ നന്ദിയാൽ എന്നുള്ളത് അങ്ങനെ പാടാൻ തന്നെ പാട്ടിന്റെ അനുസരിച്ചാണ് അതിന്റെ മ്യൂസിക് പോയിരിക്കുന്നത്. നല്ല കയറ്റം ഇറക്കം, ലോ പിച്ച്, ഹൈ പിച്ച്, ഇങ്ങനെ ഒരു രീതിയിലെല്ലാം സമാസമം വേണ്ടതെല്ലാം ചേർത്ത് വളരെ മനോഹരമായി കാച്ചിക്കുറുക്കിയ ഒരു കവിത പോലെയാണ് നമ്മുടെ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഈ പാട്ട് പാടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതെ അതെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? കോട്ടയത്തു നിന്ന് ബാബു കുര്യൻ. ഓക്കെ അങ്കിളെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നല്ലോ. എന്തുകൊണ്ട് കോട്ടയത്തൊക്കെ വിശേഷം? നല്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ആണല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ടെങ്കിലേ? വീട്ടില് രണ്ട് മക്കളുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞു, മോൻ ജോലിക്ക് പോയിരിക്കുന്നു. ആണല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാം വയസ്സ് ബെഡാണ്, കിടപ്പാണ്. എന്തായാലും ദൈവം എത്രയും പെട്ടെന്ന് സൗഖ്യം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ അങ്കിള്? കാണാറുണ്ട്. ഞാൻ അതുകൊണ്ട് പിറന്നാളില്ലായിരുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് ഓരോ കണ്ടോണ്ട് ഞാൻ വിളിച്ചത്. ഓ ശരി. ഓക്കെ, എന്തായാലും അങ്കിള്, ഞങ്ങൾക്ക് അങ്കിളിന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമോ? തീർച്ചയായിട്ടും. പാടിക്കോ. ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി അടിയേനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയണമേ. അങ്കിളേ, ബാബു അങ്കിളേ, നല്ല മനോഹരമായിട്ട് പാടി കേട്ടോ. ആണല്ലേ. ഞങ്ങൾ ആക്ച്വലി സാധാരണ നമ്മുടെ ടൈം പോകുന്നതനുസരിച്ച് ഞങ്ങൾ ഓവർടേക്ക് ചെയ്യാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ടൈം പോകും, നമുക്ക് കോളേഴ്സ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പൊ ശരിക്കും ഇന്ന് ഈ പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ അത് കേട്ടോണ്ടെങ്കിരുന്നു, ആസ്വദിച്ചിരുന്നു. ഒത്തിരി മനോഹരമായിട്ട് പാടി കേട്ടോ. ഞങ്ങൾ ഇന്ന് അങ്കിളിന് വേണ്ടി പാട്ട് പാടി തരണം എന്നുള്ള എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? ഏതെങ്കിലും പാട്ടിന്റെ ഏതെങ്കിലും ഒരു ഡിവോഷണൽ സോങ്? ഓക്കെ, അങ്കിളിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞോ. കരുണ നിറഞ്ഞ പിതാവ്, പഴയൊരു ഗാനം അങ്കിളെ, ഞങ്ങളത് വരുന്ന എപ്പിസോഡുകൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മൾ ആ പാട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്കിളിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായ മറ്റൊരു ഗാനം പാടാം. എന്തായാലും ഈ ഒരു ഇങ്ങനെ ദൈവം തന്ന ആ കഴിവ് ഇനി ഉപയോഗിക്കാൻ ദൈവം അവസരം തരട്ടെ. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് വൈഫിന് ദൈവം സൗഖ്യം തരട്ടെ, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കുക. വീണ്ടും വിളിക്കണേ, എല്ലാരും അന്വേഷണം അറിയിക്കുക.
ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, നമ്മളെ വിളിച്ചത് കോട്ടയത്തു നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. അതെ അതെ. എന്തായാലും നമ്മുടെ ബാബുങ്ങൾ ഒത്തിരി ആ ഒരു സ്ട്രഗിളിനിടയ്ക്കും ഒത്തിരി സന്തോഷം ഉള്ള ഒരാളാണ്. കാരണം നല്ല മനോഹരമായി പാടിയല്ലേ? അതെ അതെ. ആ പാട്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണത്. അതെ, വളരെ നന്നായിട്ട് അത് പാടി. ആ പാട്ടിനെങ്കിലും മായാലോകെ പ്രശംസിച്ചിടുവാൻ യാതൊന്നുമില്ല എൻ്റെ പ്രാണനാഥ. അപ്പം നമുക്കറിയാം, നമ്മൾ മനുഷ്യരൊക്കെ ഒത്തിരി ഇങ്ങനെ പ്രശംസകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇപ്പം നമ്മൾ അടുത്തടുത്ത് ഇപ്പം 2018 വെള്ളപ്പൊക്കം വന്നു, അങ്ങനെ ഒരുപാട് അനർത്ഥങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ശരിക്കും മനുഷ്യൻ തമ്മിലുള്ള സ്നേഹം, ബഹുമാനം ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. അപ്പം നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ചും പ്രത്യേകിച്ച് പരസ്പരം ബഹുമാനിച്ചും ഒക്കെ മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് എന്നാലും ബാബുവിന് നല്ലൊരു പാട്ട് പാടിക്കൊടുത്തതിന് ശേഷം തിരികെ വരാം. ഓക്കെ. പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതിയ പാട്ടാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ലിറിക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ അനുഭവമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ലിറിക്സ് എല്ലാം വരുന്നത്. കണ്ണിൻമണി പോലെ എന്നെ. അതെ അതെ. പലപ്പോഴും നേരിട്ടും അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നാണ് ഈ വരികളൊക്കെ വരുന്നതെന്ന്. അപ്പം ശരിക്കും അദ്ദേഹം നല്ലൊരു പ്രാർത്ഥന മനുഷ്യനാണ്. അപ്പം നമുക്കറിയാൻ പറ്റും ആ പാട്ടിൻ്റെ ഓരോ വരികളുടെ സ്പിരിച്വൽ ലെവല് നമുക്ക് മനസ്സിലാവും. ഞാൻ പാടിയ ആ പാട്ടിൻ്റെ ആ വരികൾ തന്നെ കേട്ടോ, അത് എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷം. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അതൊരു ഭയങ്കര നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല പലപ്പോഴും. അതുപോലെ നമ്മളെ നടത്തുന്ന നല്ലൊരു ദൈവം. അത് പറയുമ്പോൾ തന്നെ എനിക്ക് കണ്ണുകൾ നിറയുന്നു. നമുക്ക് സത്യത്തിൽ ഈ ഒരു ഷോയ്ക്ക് നമുക്ക് പറയാനുള്ളൊരു ആകെ തുക എന്ന് പറയുന്നത് നമ്മുടെ യേശു നമ്മളെ നടത്തുന്നത്, സ്നേഹിക്കുന്ന ആ വിധങ്ങൾ. ഞങ്ങൾ ഈ സംസാരിക്കുമ്പോൾ, ഞങ്ങളിവിടെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയങ്ങളോടും ആ കാര്യങ്ങളൊക്കെ ഇടപെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് എവിടെയും ഉയർത്താനുള്ളത് ഒന്നേ ഉള്ളൂ, അതാണ് നമ്മുടെ യേശു ക്രിസ്തു. നമ്മളെ തോളതിൽ വഹിക്കുന്ന നല്ലൊരു കർത്താവ്, നമ്മുടെ അവസ്ഥകളിൽ നമ്മളെ താങ്ങുന്ന നല്ലൊരു കർത്താവ്. ആ കർത്താവിനെ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമാണ്. നിങ്ങളുടെ ഹൃദയങ്ങളോടും കൂടിയും ആ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം.
ഓക്കെ. ഇതാരാ വിളിക്കുന്നത്? എന്റെ പേര് ജാൻസി എന്നാണ്. ജാൻസി. എവിടാ ആന്റി വീട്? എവിടാ? ഇത് പന്തളം. പന്തളം. സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും? സുഖമായിട്ടിരിക്കുന്നു. എനിക്കൊരു വയ്യാത്തൊരു മോനുണ്ട്. മോൻ എന്ത് പറ്റിയതാ? നടക്കത്തില്ല. ഓ ശരി. കുഞ്ഞിലോട്ട് അങ്ങനെയാണോ അതോ? ആന്റി എത്ര വയസ്സുണ്ട് മോന്? അവന് 27 വയസ്സുണ്ട്. 27 വയസ്സുണ്ട്. അല്ല ഞാൻ ചോദിച്ചേ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു, ജനിച്ചപ്പോ തൊട്ട്. ചെറുപ്പം മുതലുള്ള. ഓ ശരി ശരി. നമുക്ക് ഓരോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ ഇഷ്ടമല്ലല്ലോ ആന്റി. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് അതൊക്കെ. അതിനെയൊക്കെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് തിരിച്ച് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മുടെ കർത്താവിനെ. ഒന്നും പറ്റില്ല. അതെന്തായാലും ആ ഒരു നിരാശ ആന്റിക്ക് വേണ്ട, നിരാശപ്പെടണ്ട. ദൈവം കൂടുണ്ട്. ആ കുഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അവരെല്ലാത്തിനും നല്ല മിടുക്കനാ. അതാണ് നമുക്ക് ദൈവം എപ്പോഴും നമുക്ക് ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു പോരായ്മ നമുക്കുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ മറ്റുള്ളവരെക്കാളൊക്കെ ശ്രേഷ്ഠമായിരിക്കും നമ്മുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ. കാരണം എൻ്റെ ഫാമിലിയിൽ ഒരു ആളുണ്ട്, എന്താ ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തില്ല. പക്ഷെ നമുക്ക് ഗെയിംസിലോ അങ്ങനെയുള്ള ഒരു പരിപാടികളിലും നമുക്ക് പുള്ളിയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ടാലൻറ്റഡ് ആണ് ഓരോ കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ മാക്സിമം അവൻ എന്താണോ താല്പര്യം അതിനകത്ത് നമ്മൾ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത് അവനെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരും. അപ്പം ദൈവത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ദൈവത്തിന് ഒരാളെ ഉപയോഗിക്കണമെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം നമുക്കറിയാം എബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹം ഒരു പാരലൈസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ വികൃതമായിട്ടുള്ള മുഖമാണ്. അപ്പം അങ്ങനെ അതാണ് അമ്മ പറയുന്നത്, ഇവൻ എനിക്ക് വ്യസനപുത്രൻ എന്ന് അതാ പറയുന്നത്. പക്ഷേ അദ്ദേഹം എപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചോ അപ്പോൾ തന്നെ അവൻ്റെ അതിരുകൾ വിശാലമായി ഒരു ബൈബിളിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ടൊരു വ്യക്തിയായി മാറി എബ്ബേസ്. അപ്പം അതിലും വലിയ ഭാഗ്യം നമുക്കില്ലല്ലോ. അപ്പം ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുക, ഒരു പ്രവചനം പോലെ ഏറ്റെടുത്തു. ഈ കുഞ്ഞിനെ ദൈവം ഒരു വലിയ ചരിത്രമാക്കി മാറ്റട്ടെ, ഒരു അത്ഭുതമാക്കി മാറ്റട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും. ഒരിക്കലും നിരാശപ്പെടണ്ട. ഈ മോന്റെ കാര്യത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത്. നിരാശ പിശാച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. സന്തോഷത്തോടെ ഇരിക്കും. ദൈവം തന്നതിന് സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ല, നാളെ മറിയ പറഞ്ഞതുപോലെ പറയും, ഞാൻ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ പോലെ ഈ കുഞ്ഞിനെ പ്രസവിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് ദൈവം പറയാനുള്ളൊരു അവസരം ദൈവം തരും കേട്ടോ, 100% വിശ്വാസത്തോടെ. അപ്പം ഞങ്ങൾ ആന്റിക്ക് വേണ്ടി ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടൊരു സോങ് ആന്റിക്കും മോനും കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സോങ് പാടാം കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കണേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ വിളിച്ചത് പന്തളത്തുനിന്ന് ജാൻസി ആന്റി. അപ്പം ഞങ്ങൾക്ക് കൊണ്ടൊരു ഇഷ്ടപ്പെട്ടൊരു ജാൻസി ആന്റി. അപ്പം ആന്റി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പെട്ടെന്നൊരു ഹൃദയം ഒന്ന് പിടച്ചു കുഞ്ഞിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പം. അപ്പം അതാണ് അത്രയും വാക്കുകൾ പറയാൻ ഇടയായത്. അപ്പോൾ എന്തായാലും ജാൻസി ആന്റിയെ ആ കുടുംബമായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞിനെ ദൈവം ഒത്തിരി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു പാട്ട് ജാൻസി ആന്റിക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുത്തിട്ട് നമുക്ക് തിരികെ വരാം. നമ്മുടെ കോളേജൊക്കെ വെയിറ്റിംഗിലാണ് ഓൾറെഡി. ഓക്കെ. കരുതിയ നാൾ അന്നാളിലവനിൽ
അവനിൻ ബലം, അവനിൻ്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനിൻ്റെ സർവ്വവുമേ. അവനിൻ്റെ സങ്കേതം, വിശ്രമം നാൾതോറും അവനിൻ്റെ സർവ്വവുമേ. ഞാൻ ആ പാട്ടിലേക്ക് ലയിച്ചു പോയി. നമ്മൾ ആ വരികൾ അങ്ങനെയാണ്. ബലഹീനനെന്ന് ഞാൻ കരുതിയ നാൾ, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. നമ്മളെപ്പോഴാണോ നമ്മൾ ബലഹീനത ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ പോകുന്നത്, ആ ടൈം നമ്മുടെ തകർച്ചയുടെ ഏറ്റവും അങ്ങേ അറ്റത്ത് വെച്ചിട്ടാണ് പലപ്പോഴും കർത്താവ് നമ്മളോട് ഇടപെടുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നു. എബി അത് പറഞ്ഞപ്പം അതിനാണല്ലോ ബൈബിളിൽ നിന്ന് ഏറ്റവും ഉദാഹരണം ഡാനിയൽ. ഡാനിയൽ ഒരു പക്ഷെ അത്രയും ദൈവത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ശോഭിക്കുന്ന ഒരു വ്യക്തിയാണ്. സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ട് കളയുന്നതിന് മുൻപേ വരെയും ഡാനിയൽ അങ്ങനെ തന്നെ, ദൈവമേ ഇടല്ലേ ഇടല്ലേ എന്നെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇടരുതേ. ഏത് മനുഷ്യനും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുകയുള്ളൂ. തനിക്ക് വരാൻ പോകുന്ന അനർത്ഥം എന്നെ ഇട്ടോ എന്നാരും പറയില്ലല്ലോ. ഇടല്ലേ എന്ന് പ്രാർത്ഥിച്ച സമയത്തും കർത്താവിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. സിംഹക്കുഴിയിൽ ഇട്ടു. വേണമെങ്കിൽ അവിടെ വെച്ച് ഡാനിയലിൻ്റെ വിശ്വാസമൊക്കെ കളയായിരുന്നു. പക്ഷേ സിംഹത്തിൻ്റെ വായ അടപ്പിച്ചുകൊണ്ടാണ് കർത്താവ് അവിടെ പ്രവർത്തിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും എങ്ങനെ നമ്മൾ സംഭവിക്കരുതേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു അനർത്ഥം സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അത് മേ ബി സംഭവിക്കും. പക്ഷേ അതിനകത്തൊരു ഭയങ്കര ഒരു മിറാക്കിൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഇപ്പം നമ്മളെ വിളിച്ച ആൻറ്റി, പ്രിയ ജാൻസി ആൻറ്റിക്കും സംഭവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവിന് നിമിഷം നേരം മതി പ്രവർത്തിക്കാനായിട്ട്. മേ ബി ആ കുഞ്ഞ് ചിലപ്പോൾ എടുത്ത് ചെയ്തിട്ട് നടക്കാനും അത് മതിയാവും അല്ലേ? കാരണം മരിച്ചവരെ ഉയർത്തിയ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം ജാൻസി ആൻറ്റി ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്ത് നമുക്ക് സാധ്യമാവും. കർത്താവ് പറയുന്നത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് തരുമെന്ന അല്ലേ? സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അപേക്ഷിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പം ദൈവം ഈ പാട്ടുകളാലും ഈ വചനങ്ങളാലൊക്കെ ആൻറ്റിയെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്കതിന് ശേഷം തിരികെ വരാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം ആൻറ്റി. സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? കോട്ടയം പാമ്പാടിയിൽ നിന്ന് വിജയ മോറീസ് ആണ് വിളിക്കുന്നത്. മറിയാമ്മ വർഗീസ്. ഏലിയാമ്മ ആൻറ്റി സുഖമാണോ? സുഖമായിരിക്കുന്നു. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അതെ. ഏലിയാമ്മ ആൻറ്റി എന്തായാലും ഇന്ന് വിളിച്ച് ഇന്ന് കിട്ടി. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമോ? പാട്ട് പാട്. ഏതൊരു പാട്ടാണ്? ഹലോ, ഇഷ്ടമുള്ളൊരു പാട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല ആൻറ്റി, ഞങ്ങൾ ആൻറ്റിക്ക് നല്ലൊരു പാട്ട് പാടിത്തരാം കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു പാട്ട് പാടിയാൽ മതി. നേരത്തെ അത് റെഡി ആയിരുന്നാൽ മതി. ഓക്കെ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ ആൻറ്റി, എല്ലാവരും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഓക്കെ, പ്രോഗ്രാമുകളൊക്കെ കാണുക, പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ഇവിടുത്തെ മ്യൂസിയത്തെ പറ്റി അറിയാമോ? എന്നാ പെട്ടെന്ന് പഠിക്കോ, നമ്മുടെ ടൈം തീരാറായി കേട്ടോ. എന്റെ പാലകൻ ഇല്ലെനിക്കു കേടാമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു കേടാമൊന്നുമേ. പച്ചയായ ഉൾപ്പുറങ്ങളിൽ സത്യമെന്നടിക്കരിയിലും ക്ഷേമമായി പോറ്റും തന്നെയും നിങ്ങളോടെ യേശുനായകൻ ക്ഷേമമായി പോറ്റും തന്നെയും സ്നേഹമോടൻ യേശുനായകൻ. ഓക്കെ, നല്ലതായിട്ട് പാടി കേട്ടോ. എന്തായാലും നമ്മുടെ ടൈം ഇവിടെ തീരുകയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുണ്ട്. എങ്കിലും നെക്സ്റ്റ് ടൈം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പാട്ട് ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പാടിത്തരേ. അപ്പൊ നമ്മളെ വിളിച്ചത് ഏലിയാമ്മ ആൻറ്റിയാണ് കോട്ടയത്ത് നിന്ന്. നല്ലൊരു പാട്ടൊക്കെ ആൻറ്റി പാടിത്തന്ന്. മൊത്തം കോട്ടയംകാരായിരുന്നു. അതെ അതെ, കോട്ടയം മാത്രമല്ല അടൂരിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ വിളിച്ച നമ്മുടെ ഏലിയാമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് പാടിക്കൊടുത്തതിന് ശേഷം തിരികെ വരാം.
അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട അതെ, ഒരു പാട്ടാണ്. പാട്ടാണ്. ഓരോ പാട്ട് കഴിയുമ്പോഴും അതെ അതെ എന്താ പാട്ടിനെ പറ്റി പറയും, കാരണം അത്രയ്ക്കും വളരെ മനോഹരമായ ഗാനങ്ങളാണ് അല്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് സോങ്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അതെ. എന്തായാലും വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പാട്ടൊക്കെ പാടി ഇരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ ടൈം ഇവിടെ തീരുകയാണ്. അപ്പം ഇത്രയും നേരം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വലിയ ദൈവം ഞങ്ങളെയും ഇടയാക്കി. എബി, ഞങ്ങൾ ഫേബ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് വിളിച്ച കോളേജൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ എല്ലാ പ്രതികൂലങ്ങളൊക്കെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊന്നിലും തളർന്ന് നിരാശരായി പോകരുത്. അതുപോലെ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുന്നിൽ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. അങ്ങനെ വളരെ മനോഹരമായൊരു ദിവസം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്ന എല്ലാ പ്രിയ സ്നേഹിതരെയും ഞങ്ങൾ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയും വീണ്ടും കാണുന്നത് വരെ ദൈവം തൻ്റെ ചിറകിൻ മറവിൽ നിങ്ങളെല്ലാവരെയും മറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ നിർത്തുന്നു. നന്ദി.